ഇന്നത്തെ എപ്പിസോഡിലെ മെയിൻ വിഷയം ജാസ്മിന്റെ കഴുത്തിൽ പിടിച്ച് അറ്റാക്ക് ചെയ്ത റസ്മിൻ. അതെ, തെറ്റുകാരി തന്നെയാണല്ലേ. ഇതിനകത്ത് തെറ്റിൽ ഭാഗം ചേർന്ന ആരൊക്കെയുണ്ട്? ഇതിനകത്ത് ജാസ്മിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടോ, അതോ ശരിയായിട്ടാണോ ജാസ്മിൻ അവിടെ നിന്നത്? പിന്നെ നോറ വിഷം കയറ്റി കൊടുത്തിട്ട് തന്നെയാണോ റസ്മിൻ ഇതൊക്കെ ചെയ്യേണ്ടി വന്നത്? അൻസിബയുടെ കൺക്ലൂഷൻ എന്താണ്? ഇതിനുള്ള എല്ലാ ഉത്തരവാദി ജാസ്മിൻ ആണെന്നാണ് അൻസിബ പറയുന്നത്. ഇന്ന് ടാസ്ക് ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്തത് ഏത് ടീമാണ് അല്ലേ? നല്ല രീതിയിലാണ് ടാസ്ക് ഇന്ന് ചെയ്തത്. സാബുമോനും ശ്വേതയും വന്ന ശേഷമുള്ള മാറ്റങ്ങൾ, സാബുമോന്റെയും ശ്വേതയുടെ പെർഫോമൻസ്, ഗെയിം, അപ്സരയുടെ ടീമിന്റെ മണ്ടത്തരങ്ങൾ, പവർ ടീമിന്റെ അധികാര തിമിർപ്പ്, എല്ലാത്തിനെ കുറിച്ച് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഒരു നല്ല എപ്പിസോഡായിരുന്നു, ഗെയിം ചേഞ്ചിങ് എപ്പിസോഡായിരുന്നു. ആദ്യം എടുത്തു പറയേണ്ടത് ജാസ്മിന്റെയും റസ്മിന്റെയും കാര്യം തന്നെയാണ്. ഇന്ന് റസ്മിൻ ഒരു വലിയ തെറ്റാണ് ചെയ്തത്. അതിന് ഒരു വിധത്തിലുള്ള ക്ലാരിഫിക്കേഷനോ ഒരു വിധത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നും പറയേണ്ട. റസ്മിന്റെ ഭാഗത്തുനിന്ന് തെറ്റ് തന്നെയാണ് 100%. ഒരാളെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ കഴുത്തി പിടിക്കുക എന്ന് പറയുന്നത് 101% തെറ്റ് തന്നെയാണ് അല്ലേ? അപ്പൊ ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ എന്താണ്? അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് അത് അത്ര ആഴമുള്ളതായിരുന്നു. ഇത് മനഃപൂർവ്വം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തൊന്നുമല്ല. ഇത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് വിഷമത്തിലും ഈഗോയിലും വിഷമങ്ങളും എല്ലാം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരുന്ന് അതിന്നാണ് പൊട്ടിത്തെറിച്ചത് ഈ ഒരു സംഭവം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും റസ്മിൻ ചെയ്തത് ഇന്ന് തെറ്റ് തന്നെയാണ്. ജാസ്മിൻ ക്ഷമിച്ചത് കൊണ്ട് റസ്മിന് എതിരെ ഒന്നും ആക്ഷൻ എടുക്കുന്നില്ല. എന്നാലും വാർണിംഗ് കൊടുത്ത് ബിഗ് ബോസ് വിട്ടു. ഇനി ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്യാൻ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാസ്മിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ജാസ്മിൻ അത് ടാസ്ക് ആണ് ചെയ്തത്. പ്യുവർലി ജാസ്മിൻ ടാസ്ക് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. അതിൽ ജാസ്മിൻ റോബോട്ടാണ്, പക്ഷെ കുറച്ച് ട്രിഗർ ആയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ജാസ്മിൻ ഇച്ചിരി ദേഷ്യം വന്ന് അവിടെ പോയിട്ട് ഗ്യാസ് ഓഫ് ആക്കിയത്. ട്രിഗർ ആയതിന്റെ ഭാഗമാണ്. നമ്മുടെ അൻസിബേനെ ഡാഗിനി തള്ളാന്നൊക്കെ വിളിച്ചിട്ട് ട്രിഗറായി. പക്ഷെ ഇവിടെ പവർ ടീം എന്താണ് ചെയ്യുന്നത്? ജാസ്മിന്റെ ഭാഗത്ത് നിന്ന് ഇത്തിരി ഒരു ഇത് വന്നു. പക്ഷേ പവർ ടീം ആ വീടിന്റെ സർവാധികാരികളാണ്. അവര് ഹോട്ടൽ ഏറ്റെടുത്ത് അവിടെ എന്താ ഹോട്ടലിലെ ഓണേഴ്സാണ് അവര് കിച്ചൺ ടീം ഏറ്റെടുത്ത് ചെയ്യുകയാണ്. അവിടെ ഒരു പരിപാടി വെക്കുന്നുണ്ട്. ഗസ്റ്റാണ്, അതിഥി ദേവോ ഭവ എന്നാ പറയണത്. ഗസ്റ്റായ ശ്വേതയാണ് അവരെ വിളിച്ചേക്കുന്നത് പരിപാടിക്ക് വേണ്ടിയിട്ട്. അതിനെ അയച്ചേക്കുന്ന ആളാണ് ജാസ്മിന് പകരം വേറെ ആര് റോബോട്ടായിരുന്നെങ്കിലും ഇവര് ഗ്യാസ് ഓഫ് ചെയ്ത് വന്നേനെ. ജാസ്മിൻ ആയതുകൊണ്ട് മാത്രമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു പ്രൊവോക്കേഷൻ പോലെ അൻസിബയും റസ്മിനും അവിടെ നിന്ന് സംസാരിച്ചത് ഒരു പ്രൊവോക്കേഷൻ രീതി തന്നെയാണ് സംസാരിച്ചത്. ജാസ്മിൻ ചെറിയ ട്രിഗർ ആവുകയും ചെയ്തു. അപ്പം അവിടെ ഗസ്റ്റ് വിളിച്ചപ്പോൾ എന്തുകൊണ്ട് അവരുടെ പവർ ടീമിന്റെ ഭാഗത്ത് ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. കാര്യം അവർ മനഃപൂർവ്വം അവർക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് വരാനേ ഉണ്ടായിരുന്നുള്ളൂ. ലീവിംഗ് ഏരിയയിൽ എല്ലാവരും വന്നിരിപ്പുണ്ട് അല്ലേ? അപ്പൊ അവർക്ക് ഒന്ന് അപ്പൊ ഇവിടെ അൻസിബയുടെ കാര്യം, അൻസിബ ഇവിടെ പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു 2 മണിക്കൂറോളം. എന്താണ് സംഭവം? അൻസിബ പറയുന്നത് എണ്ണ പലതും തിളച്ച് നമ്മുടെ ദേഹത്ത് വീഴുന്നെങ്കിൽ ശരിയാണ്. പക്ഷെ അതിന് കാരണക്കാരിയാക്കിയത് അൻസിബയും റസ്മിനും കൂടെ തന്നെയാണ്. നമ്മളൊരു പ്രോഗ്രാമിന് വേണ്ടി അവിടെ എല്ലാവരും വന്നിരിക്കുന്നു. ഇവരും കൂടെ വരാൻ ബാക്കിയുള്ളൂ. അഭിഷേകും അൻസിബയും റസ്മിനും കൂടെ വരാൻ ബാക്കിയുള്ളൂ. നോറ വരെ അവിടെ വന്നിരുന്നു. അപ്പൊ ഇവർക്ക് വരാൻ എന്താ കുഴപ്പം? അവിടെ ഒരു പ്രോഗ്രാമാണ്. അപ്പം അവിടെ ജാസ്മിൻ വന്നിട്ട് പേഴ്സണൽ കാര്യത്തിനല്ല വിളിക്കുന്നത്, ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഗസ്റ്റാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന് അനുസരിക്കാതെയാണ് പവർ ടീം അവിടെ ഇരുന്നത്. അപ്പൊ എനിക്ക് അവിടെ 100% പവർ ടീമിന്റെ ഭാഗത്തെ ഫോൾട്ട് കാണാൻ പറ്റുള്ളൂ. പിന്നെ എണ്ണ തിളച്ച് കളഞ്ഞ് എൻ്റെ ദേഹത്ത് വീടുമായിരുന്നു, അത് ശരിയാണ്, പേടിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അതിന് ഉത്തരവാദികളായത് ആരാണ്? ഇവരൊക്കെ അൻസിബയൊക്കെ തന്നെയാണ്. പക്ഷെ അൻസിബ പറയുന്നത് ജാസ്മിൻ ഇടയിൽ കയറി വന്നത് തെറ്റാണ്. അപ്പം റസ്മിൻ അടിച്ചത് അറിയുന്നില്ല, കാണുന്നില്ല. ജാസ്മിൻ ഇടയിൽ കയറി വന്ന തെറ്റ് തന്നെയാണ്, ശരി തന്നെയാണ്. അതൊരു ചെറിയ മൈനർ മിസ്റ്റേക്കാണ് ജാസ്മിന്റെ ഭാഗത്തുനിന്ന് വന്നത്. ഇടയിൽ കയറി ഗ്യാസ് ഓഫ് ആക്കി, ശരി തന്നെ. പക്ഷെ ഇതിനൊക്കെയുള്ള മൂല കാരണങ്ങൾ ആരാണ്? നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ അവിടെ ചിരിക്കുകയും കളിക്കുകയും എത്ര പ്രാവശ്യം ജാസ്മിൻ വന്ന് വിളിച്ചു. അപ്പോൾ അവിടെ ഒരു മൂല കാരണമായിട്ട് അൻസിബയും റസ്മിനും മാറുന്നുണ്ട്. എന്തായാലും റസ്മിന് ഇത്ര വാണിംഗ് കിട്ടി. അവർ രണ്ടുപേരും പിന്നെ ഒന്നിച്ചു. റസ്മിനും അവരുടെ തെറ്റിദ്ധാരണകൾ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, പുറത്ത് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഒരു ഇഷ്ടമുണ്ട്, ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിച്ചിരിക്കുക. എന്തായാലും കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ, ഒന്നിച്ചിരിക്കാൻ നോക്കുക. അല്ലാതെ വല്ലവരും പറയുന്നത് കേട്ടിട്ട് ഗെയിം മാറ്റി കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ റസ്മിൻ ഇപ്പം നെഗറ്റീവ്. ഒന്നാമതെ റസ്മിൻ നെഗറ്റീവാണ്. ഇത്രയും ദിവസം ജാസ്മിൻ്റെ കൂടെ നിന്നിട്ട് പിറകെ നിന്ന് കുത്തുമ്പോൾ, അത് പിറകെ നിന്നല്ല നേരെ നിന്ന് കുത്തുമ്പോൾ അത് ആൾക്കാരുടെ ഇടയിൽ പിന്നെ നെഗറ്റീവ് ആവത്തേ ഉള്ളൂ. അതാണ് റസ്മിൻ്റെ അവസ്ഥ. റസ്മിൻ ഇപ്പം വൈകിപ്പോയി, അത് ടു ലേറ്റ് ആയിപ്പോയി. റസ്മിൻ ഇത് ചെയ്യേണ്ടിരുന്നത് ആദ്യമേ ചെയ്യണമായിരുന്നു. ജാസ്മിൻ ചെയ്ത തെറ്റുകൾക്ക് ആദ്യമേ വിലക്ക് കൊടുക്കണമായിരുന്നു. ഇത് ജാസ്മിൻ എന്ത് പറഞ്ഞാലും റസ്മിൻ ഒന്നും വകവെക്കില്ല, എല്ലാം ശരിയായിട്ട് കാണിക്കുകയും അവസാനം പുറത്ത് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പോൾ ജാസ്മിൻ അഗൻസ്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് റസ്മിനെ ബാധിക്കത്തുള്ളൂ. ഇനി അടുത്തത് നോറയുടെ വിഷയം. എല്ലാം കൂടി നമ്മൾ ജാസ്മിൻ ഒന്നാമത് ഇന്നലെ തന്നെ നോറ നമ്മുടെ ജാസ്മിനെതിരെ തന്നെയാണ് റസ്മിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത്. നീ അവിടെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് നോറ പറഞ്ഞു കൊടുത്തത്. പക്ഷേ അതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റും കൂടി ഉണ്ട്.
നോറ പറയുന്നത്. നോറ എപ്പോഴും ജാസ്മിൻ്റെ കുറ്റങ്ങളാണ് പറയുന്നത്. ഇന്നും ജാസ്മിൻ അവിടെ നീ വിഷം കൊടുക്കുന്നു, നീ വിഷം കയറ്റി കൊടുക്കുന്നു എന്ന് നോറയോട് പറഞ്ഞപ്പോൾ നോറ ഉടനെ പറയാണ് എല്ലാം എൻ്റെ തലയിൽ തന്നെയാണ്, എല്ലാം എൻ്റെ തലയിൽ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരി ഞാൻ എന്നെ വൃത്തിയില്ലാത്തവളായിട്ട് കാണിക്കുന്നു എന്ന് നോറ പറയാണ്. അപ്പോൾ ജാസ്മിനെ പറയുന്നതോ, ജാസ്മിനെ ലോകം മുഴുവനും ലാലേട്ടനും എല്ലാവരും പറയുന്നുണ്ട് വൃത്തിയില്ലാത്തവളെന്ന്. അപ്പോൾ പുള്ളിക്കാരി സഹിക്കുന്നില്ലേ സത്യമായിട്ടും. അപ്പം നോറയ്ക്കും അപ്പം നോറയുടെ മേത്ത് വന്നപ്പോൾ നോറയ്ക്കും വിഷമമായി. അതാണ് സംഭവം. അപ്പം ഇതുപോലെ തന്നെയാണ് എല്ലാവർക്കും. നമ്മളെ പറയുമ്പോൾ നമുക്ക് വിഷമം വരും. അപ്പോൾ അതുകൊണ്ട് നോറ ഇവിടെ ഭയങ്കരമായിട്ട് ജാസ്മിൻ അഗൻസ്റ്റ് ആയിട്ടൊന്നും ചെയ്തു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്നാലും ഇവിടെ ജാസ്മിൻ പറയുന്നത് നോറയാണ് വിഷം കയറ്റി കൊടുത്തതെന്നാണ്. പക്ഷേ ഇത് റസ്മിൻ്റെ തലയിൽ വന്നത് നോറ കുറേയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ജാസ്മിൻ അഗൻസ്റ്റ് ആയിട്ട്, നീ അധികം നിൽക്കരുത്, നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ. പക്ഷേ ഇത് റസ്മിൻ്റെ തലയിൽ വന്നത് പുറത്തെ കാര്യം പറഞ്ഞിട്ടാണ് നെഗറ്റീവായത്, ഗബ്രി ഔട്ടായത്. ഇതിനൊക്കെ ലക്ഷണങ്ങളാണ് റസ്മിൻ കാണിച്ചത്. ഇനി അൻസിബ അപ്സരയും അത് അനാവശ്യ ഒരു ഫൈറ്റ് ആയിരുന്നു. അപ്സര ഓടിക്കയറി വന്നു, അൻസിബ ദേഷ്യം കാണിച്ചു. അൻസിബയുടെ പെരുമാറ്റം അപ്സരയ്ക്ക് പിടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് അൻസിബയുടെ കരച്ചിലിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ടാസ്ക് നാളെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇന്നത്തെ ടാസ്കിൻ്റെ കാര്യം നാളെ പറയാം, ഇന്ന് പറയാം. ഇന്നത്തെ ടാസ്കിൽ അതിമനോഹരമായി നല്ല രീതിയിൽ പെർഫോം ചെയ്തത് ഡെൻ ടീമാണ്. ജിൻഡോ, അർജുൻ, ശ്രീതു അവരുടെ കാര്യം നോക്കി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു. ഇന്ന് സാബുമോൻ നല്ല രീതിയിലുള്ള പണിയാണ് നമ്മുടെ ഡെൻ ടീമിന് കൊടുത്തത്. അവരാണ് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് പറയും സിജോ, ജാസ്മിൻ, ശ്രീരേഖ അവരും ഇന്ന് മാനിക്യൂർ ചെയ്തു. ശ്രീരേഖയും ജാസ്മിനും നന്നായിട്ട് അവരെ റോബോട്ടായിട്ട് നന്നായിട്ട് നിന്നു. അങ്ങനെ അവർ അത് കഴിഞ്ഞ് ഏറ്റവും വേസ്റ്റ് പെർഫോമർ എന്ന് പറയുന്നത് ഞാൻ ടണൽ ടീമിനെ പറയുള്ളൂ. അതിന് മുന്നേ ഋഷിയുടെ കാര്യം പറയാം. ഋഷിക്കും ഇവിടെ കോയിൻസ് ഒക്കെ കിട്ടും. ഋഷി മിക്കവാറും ഈ ഇതിൻ്റെ ലാസ്റ്റ് ഗെയിം ചേഞ്ചറായിട്ട് മാറാനും ചാൻസ് ഉണ്ട്. കാര്യം ഋഷി ഇപ്പോൾ ഒരു ടീമിലും ഇല്ല. എന്നാൽ ഋഷിക്ക് കോയിൻസ് കിട്ടാം. ആരുടെ അടുത്തുനിന്ന്? സാബുമോൻ്റെ അടുത്തുനിന്നും ശ്വേതയുടെ അടുത്തുനിന്നും കോയിൻസ് കിട്ടാനുള്ള ഇത് ഋഷിക്കുണ്ട്. ഈവൻ ആ ഡയമണ്ട് വരെ കിട്ടാം. പക്ഷേ എന്നിട്ട് ഋഷി വേണമെങ്കിൽ അതിനകത്ത് ഗെയിം ചേഞ്ച് നടത്താം. ഋഷിക്ക് അവസാനം ഏതെങ്കിലും ഒരു ടീമിൽ ചേർന്നിട്ട് ഡെന്നിലോ നെസ്റ്റിലോ ടണലോ ചേർന്നിട്ട് ആ ടീമിന് ഏറ്റവും ഹയസ്റ്റ് മേടിച്ച് കൊടുത്ത് പവർ ടീമായിട്ട് മത്സരിപ്പിക്കാം. അങ്ങനെ ഒരു ഗെയിം ചേഞ്ച് വേണമെങ്കിൽ നടത്താം. പക്ഷേ ഇന്ന് ഋഷിക്ക് കൊടുത്ത 2 ടാസ്കുകളും ഋഷി ദയനീയമായി പരാജയപ്പെട്ടു. ഇന്നലത്തെ കാട്ടി ഋഷി നന്നായിട്ട് ഇന്ന് ശ്രമിച്ചു. ഇന്ന് ബെറ്റർ ആയിരുന്നു. എല്ലാ കാര്യത്തിലും കുറേ ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് മാറ്റി വെച്ചിട്ട് ഋഷി നിന്നു. അപ്സരയോട് ഇന്ന് ദേഷ്യപ്പെട്ടു, എന്നാലും കുറവായിരുന്നു താരതമ്യേന. ഋഷി ഇന്ന് ബെറ്റർ ആയിരുന്നു. പക്ഷേ ഋഷിക്ക് സാബുമോൻ കൊടുത്ത ടാസ്ക് 20 കോയിൻസ് അപ്സരയുടെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിക്കുക, അത് ഫെയിലിയറായി. പുള്ളിക്കാരന് മേടിക്കാൻ പറ്റി. അത് മേടിക്കണമായിരുന്നു. എങ്ങനെയെങ്കിലും കണ്ണിങ് രീതിയിൽ അപ്സരയുടെ ടീമിൽ നിന്ന് അത് മേടിച്ചെടുക്കണം. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. ഇടയിൽ നിങ്ങൾ 20 കോയിൻ ഇപ്പോൾ തന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ ഏറ്റവും വലിയ മണ്ടത്തരം. നിങ്ങൾക്ക് ഈ ടാസ്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മറ്റേ ഡയമണ്ട് എടുക്കാൻ പറ്റും. നിങ്ങൾ 20 കോയിൻ തന്നാൽ സാബുമോൻ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു തരും. അത് നിങ്ങൾ ഇപ്പോൾ ഇത് താ എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യായിരുന്നു. അത് ഋഷിക്ക് കഴിഞ്ഞില്ല. രണ്ടാമത്തത് ശ്വേത കൊടുത്ത ടാസ്ക്, പവർ റൂമിൽ കയറാൻ പറ്റുന്നത്. പവർ റൂമിൽ വിസിറ്റ് മാത്രമേ ചോദിച്ചുള്ളൂ. ഇത് രണ്ടും ഇന്ന് ഋഷിക്ക് ചെയ്യാൻ പറ്റുന്ന ഋഷി ഇന്ന് നല്ല രീതിയിൽ പൊങ്ങി വന്നേനെ. ഋഷിയുടെ പെർഫോമൻസ് അത് രണ്ടും ഋഷിക്ക് പറ്റിയില്ല. ഇനി അടുത്തത് പരാജയ ടീം, ടണൽ ടീം. എന്തിനാണെന്ന് അറിഞ്ഞൂടാ, അത്യാഗ്രഹവും മണ്ടത്തരവും. പിന്നെ കാരണം ഇന്ന് കുളമാക്കുകയാണ് അപ്സരയുടെ ടീം ചെയ്തത്. അപ്സര, ശരണ്യ, സായിയുടെ ടീം 20 കോയിൻ സാബുമോൻ തിരിച്ചു ചോദിച്ചു. അത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് ചോദിച്ചത് അല്ലേ? ആ കോയിൻ തിരിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ, എന്നിട്ട് നല്ല രീതിയിൽ ഫുഡും കൊടുത്തിരുന്നെങ്കിൽ ആ 20 കോയിൻ സാബു തിരിച്ചു കൊടുത്തേനെ അല്ലേ? കൊടുത്തേ. ആ 20 കോയിന് വേണ്ടിയിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. അപ്സരയും ഋഷിയും വഴക്കായി. പിന്നെ അത് കഴിഞ്ഞിട്ട് സാബുമോൻ പറഞ്ഞു എനിക്ക് 20 കോയിൻ തരണം. അത് പിന്നെ പവർ ടീമിൻ്റെ അടുത്തെത്തി. പവർ ടീം പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ടെർമിനേറ്റ് ചെയ്യും ഒരാളെ, അല്ലെങ്കിൽ 20 കോയിൻസ് തരണം. എന്നിട്ടും പറഞ്ഞു ടെർമിനേറ്റ് ചെയ്യേണ്ട, നമ്മൾ രാജി വെച്ചാളാന്ന് പറഞ്ഞ് ഏറ്റവും വലിയ മണ്ട തീരുമാനം, മണ്ട ഗെയിം കളിച്ചത് ഇന്ന് ടണൽ ടീമാണ് അല്ലേ? വെറുതെ. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പോയപ്പോഴാണ് മനസ്സിലായത് ഇത് ഫുൾ ഈ ടാസ്കിൽ നിന്ന് തന്നെ ഔട്ടായി. പിന്നെ ശ്വേത കൊണ്ടുവന്ന ഡയമണ്ടിനും യാതൊരു പങ്കുമില്ല എന്ന്. അപ്പോൾ മൊത്തത്തിൽ ചീറ്റിപ്പോയി ഈ ചെയ്തതും. പിന്നെ പുറത്ത് നിന്നിട്ട് ബിഗ് ബോസ് ഹോട്ടലിന് പുറത്തായി. ഇവർക്ക് പുറത്തിരുന്നിട്ടും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുമില്ല. അപ്പോൾ ആകെ മൊത്തം ചളം കുളമായി ശശിയായെന്ന് വേണം പറയാൻ. അതിൻ്റെ ഇടയിൽ കൂടെ നോറ കയറി ഋഷിയുടെ വഴക്കിൽ ഇടപെട്ടു. അത് അൻസിബയ്ക്ക് പിടിച്ചില്ല. അപ്പോൾ അൻസിബയും നോറയും കൂടെ ഒരു വഴക്കുണ്ടായി. അത് കഴിഞ്ഞ് പവർ ടീം കയറി ഇടപെട്ടു ഋഷിയുടെ കാര്യം ആയതുകൊണ്ട്. അപ്പോൾ ഋഷിയുടെ കാര്യം HR ആണ്. പിന്നെ HR-ൻ്റെ പരാതിയിൽ കയറിയിട്ടാണ് പവർ ടീം കയറി ഇടപെട്ടത്. അങ്ങനെ അവർ രാജിയിലേക്ക് പോയത്. ഇനി നമുക്ക് നമ്മുടെ 2 അതിഥികളുടെ ശ്വേത വന്നപാട് തന്നെ ജിൻഡോയ്ക്ക് ഒരു ടാസ്ക് കൊടുത്തത് സീക്രട്ട് ടാസ്ക്കാണ്. അത് ഈ വജ്രം അല്ലെങ്കിൽ ഡയമണ്ട് സൂക്ഷിക്കലാണ്, മറ്റാരും അറിയാതെ. എന്നാൽ അവരുടെ കൂടെ നിന്ന് ഇത് മോട്ടിക്കാൻ നോക്കുന്ന ആളായിട്ടാണ് ഇപ്പോൾ ജിൻഡോ നിൽക്കുന്നത്. ജിൻഡോയ്ക്ക് ഒരു സമ്മാനം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഋഷിക്ക് കൊടുത്ത ടാസ്ക് ഫെയിലിയറായി. ജാസ്മിന് കൊടുത്ത ടാസ്ക്കാണ് ഇത്രയും വലിയൊരു അടിയിലേക്ക് വന്നത്. കുറേയൊക്കെ ഒരുപാട് വന്ന കാര്യങ്ങളൊക്കെ
സാബു മോന് ശ്വേതം നടത്തുന്നുണ്ട്. സാബു ചേട്ടൻ ഇത് നന്നായിട്ട് പെർഫോം ചെയ്തു. കൺഫെഷൻ റൂമിൽ വിളിച്ച് ബിഗ് ബോസ് പറയുകയും ചെയ്തു കുറച്ചും കൂടെ കടുപ്പിക്കണം. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഫുഡിലും എല്ലാ ടീമിലും കയറി ഇടപെട്ടു. വൃത്തിക്കാണെങ്കിലും എല്ലാ ടീമിലും ഇടപെട്ട് അവർക്ക് കുറച്ചും കൂടെ അവരുടെ ടാസ്ക് കുറച്ചും കൂടെ കട്ടിയാക്കി കൊടുത്തു. എല്ലാ ഏരിയയിലും കയറി തകർത്ത് ഗെയിം കളിച്ചു സാബു മോൻ. ഇനി പവർ ടീമിൻ്റെ കാര്യം, രാവിലെ അതിമനോഹരമായി പ്ലേ ചെയ്ത ടീമാണ് പവർ ടീം. സ്വന്തം പവറിനെ യൂസ് ചെയ്ത് അധികാരം സ്ഥാപിച്ച് നെഗറ്റീവിനെ പേടിക്കാതെ നിന്ന പവർ ടീം വൈകുന്നേരം ആയപ്പോൾ തകർന്ന് തരിപ്പണമായി. അതായത് അധികാരത്തിൻ്റെ ഒരു ഹുങ്ക് കാണിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഹുങ്ക്, ഭയങ്കരമായൊരു അഹങ്കാരം, നമ്മൾ അധികാരിയാണെന്നുള്ള രീതിയിൽ ഹുങ്ക് കാണിച്ചതുപോലെ തോന്നി. അത് കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളും ഇവിടെ അടിയും വഴക്കും ഒക്കെ ഉണ്ടായത്. അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് സംഭവങ്ങൾ. അപ്പോൾ ഇനി നേരെ എപ്പിസോഡിലേക്ക് പോകാം. മെയ് 8 രാവിലെ കേട്ടില്ലേ കേട്ടില്ലേ എൻ്റെ കള്ളച്ചെറുക്കന് കല്യാണം അങ്ങനെ പാട്ടൊക്കെ വരുന്നു. അപ്പോൾ ഇവിടെ ഉച്ചക്കത്തെ മെനു ചോദിക്കുകയാണ്, എന്താണ് ശരണ്യ അപ്സര കിച്ചണിലുള്ളത്? അപ്പം നാടൻ ചിക്കൻ കറി, തോരൻ, പിന്നെ മുട്ടയുണ്ടോ? എന്നാൽ പിന്നെ എനിക്കൊരു കാര്യം ചെയ്യും, എനിക്കൊരു സണ്ണി സൈഡ് വിത്ത് ലിറ്റിൽ സോൾട്ട് ആൻഡ് പെപ്പർകോൺ എടുത്തരൂ. പെപ്പർകോണൊന്നും ഇല്ല, എന്തായാലും സണ്ണി സൈഡ് എഗ്ഗ് മതി എനിക്ക്. എന്തിനാണ് സണ്ണി സൈഡ്? എന്തിനാണ് അത്? മുട്ട ബുൾസൈ പുറത്ത്, മഞ്ഞക്കരി പുറത്ത്. അതാണ് സംഭവം. ശരി. അപ്പം 2 മുട്ട. ഋഷി പോയി ചോദിക്കുകയാണ് പവർട്ടി, 2 മുട്ട വേണം. 2 മുട്ട എടുക്കുന്നു. ഓക്കെ, ഡബിൾ ബുൾസൈ പറഞ്ഞാൽ മതിയായിരുന്നു, എന്തിന് വെറുതെ സണ്ണി സൈഡ്. അങ്ങനെ 2 മുട്ട എടുത്ത് കൊടുക്കുന്നു. സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്നു. അപ്പോൾ നോറ ഓക്കെ ശരി. അപ്പം ശരണ്യ ഇവിടെ ഉണ്ടാക്കുകയാണ്. ഡബിൾ ബുൾസൈ ഉണ്ടാക്കുമ്പോഴത്തേന് എല്ലാം തന്നെ ചീറ്റി പോകുന്നു. ആദ്യത്തെ ബുൾസൈ പൊട്ടി തകരുന്നു. അത് താഴെ വീഴുന്നു. താഴെയല്ല, അവിടെ ഇതിൽ വീഴുന്നു. അത് കൊണ്ടുപോയിട്ട് പവർ ടീമിന് കൊടുക്കുന്നു. പവർ ടീം അതെല്ലാം കൂടെ അള്ളി മേടിച്ച് കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എവിടെ എൻ്റെ സണ്ണി സൈഡ് കാണുന്നില്ലല്ലോ. സാബുമോൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. സാർ ഇപ്പം കൊണ്ടുവരും, സാലഡും വെള്ളവും കുടിച്ച് സാറങ്ങ് തൃപ്തിപ്പെടണം. സണ്ണി സൈഡ് കൊണ്ടുവരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ എച്ച് ആർ ഋഷി താഴെ വീണല്ല, ഇതിൽ സൈഡിൽ വീണ ഓംബ്ലെ നമ്മുടെ ബുൾസൈ ആയിട്ട് പോകുന്നുണ്ട്. എച്ച് ആറിനും ഇതൊക്കെ ആവാം. അപ്പോഴത്തേക്കും പവർ ഇനി തന്നേക്കൂ, എച്ച് ആർ അങ്ങനെ കഴിക്കേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ശകലം ഋഷിയോ ഇല്ല മക്കൾ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് അവിടെ പവർ ടീം അതിരുന്ന് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റോബോട്ട് ജാസ്മിനെയും ശ്രീരേഖയെയും നമ്മുടെ ഋഷി പുറകെ നടന്ന് ഇതാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സാബു കഴിച്ചിട്ട് ടിപ്പ് വെച്ചിട്ട് പോവുകയാണ് നമ്മുടെ സണ്ണി സൈഡിൻ്റെ. അപ്സര അതെടുക്കുന്നു. ടിപ്പ് കിട്ടി. അത് കഴിഞ്ഞ് അർജുൻ്റെ ആകെ കൂടെ കണ്ടതിന് മോഷണമാണ്. മോഷണത്തോട് മോഷണം ശ്രീതു സഹായിക്കുന്നു. അത് കഴിഞ്ഞ് Day 2 ചലഞ്ച് വായിക്കുകയാണ്. Day 2 ചലഞ്ച്, അതായത് ബോസങ്കര രാജവംശത്തിലെ ഇപ്പോഴത്തെ അവകാശിയായി ഒരാളായ കർക്കശക്കാരിയായ രാജകുമാരി അലക്സാണ്ട്ര വരികയാണ്. ഈ രാജവംശത്തിലെ കയ്യിൽ അമൂല്യമായ ഒരു നിധിയുണ്ട്, ഒരു വജ്രം. ഈ വജ്രത്തിനൊരു പവറുണ്ട്, ഇമ്മ്യൂണിറ്റി പവർ. ആ ഇമ്മ്യൂണിറ്റി പവർ ആർക്ക് കിട്ടുന്നു? ആ വജ്രം കരസ്ഥമാക്കുന്ന ആൾക്ക് 10ാമത്തെ ആഴ്ചയിലെ ഇമ്മ്യൂണിറ്റി പവറാണ് കിട്ടുന്നത്. അപ്പം അവർ വരും, ഹോണടിക്കും, ഓടിച്ചെല്ലുക, അവരെ സ്വീകരിക്കുക, അവർക്ക് വേണ്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്നു. അങ്ങനെ ഹോണടിക്കുകയാണ്. ഹോണടിക്കുമ്പോൾ നമ്മുടെ ആര് വരും? പെട്ടെന്ന് തന്നെ ഹോണടിക്കുമ്പോൾ എല്ലാവരും ഓടുന്നു. എങ്ങോട്ടേക്ക്? ശ്വേതയെ കാണാൻ വേണ്ടി. ഡോറ് തുറക്കുന്നു, ശ്വേത വരുന്നു. ആദ്യം തന്നെ ശ്വേതയുടെ കൈയാണ് കാണിക്കുന്ന. തരൂ. ഓക്കെ, ഉമ്മ ഹായ് സാബു ചേട്ടാ ഏതാണ്? ഓക്കെ, കമോൺ, എനിക്ക് റൂം കാണിച്ചു തരും ഓരോരുത്തർ. ഇത് ഡെന്നാണ്. ഓക്കെ, ഇത് നെസ്റ്റ്. ഓക്കെ, അത് പവർ റൂം. ഓക്കെ, എനിക്ക് പവർ റൂം കാണണം. മാഡം, അത് റൂളാണ് മാഡം, പവർ റൂം കാണാൻ പറ്റില്ല. റൂൾ ബ്രേക്ക് ചെയ്യാനാണ്. എനിക്ക് പവർ റൂം കണ്ടേ പറ്റുള്ളൂ. ഓക്കെ മാഡം, ഇവിടെ എച്ച് ആർ ഋഷിയാണ്. ഋഷി എച്ച് ആർ ആണല്ലേ? എന്താണ് എച്ച് ആർ മീനിങ്? എന്താണ്? ഹ്യൂമാനിറ്റി, ഹ്യൂമൻ റിസോഴ്സ്. ഋഷി ഹായ്, എനിക്ക് പവർ റൂമിൽ കയറാൻ പറ്റുമോ? മാഡം, പവർ റൂം ഇപ്പോഴൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പോൾ അഭിഷേക് അടുത്ത് ഇപ്പോണ്ട്. എടാ മിണ്ടായി, അല്ല പവർ റൂം റൂളാണ്. എന്ത് റൂൾ ഋഷി? ലുക്ക് ഋഷി, ഈ മുടിയൊക്കെ എന്ത് രസമുണ്ട്. പ്ലീസ്, ഋഷിക്ക് പവർ ഉണ്ട്, അത് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അഭിഷേക് കൺട്രോള്. അപ്പം ഋഷി ചുമ്മാ ഒന്ന് കയറ്റി കൊടുത്താൽ കൊള്ളായിരുന്നു മാഡത്തിന്. അപ്പം അൻസിബ അയ്യോ മാഡം, ഇപ്പോൾ പവർ റൂമിൽ കയറാൻ പറ്റില്ല. ഋഷി പ്ലീസ് ഋഷി, എച്ച് ആർ അല്ലേ? എച്ച് ആറിൻ്റെ കയ്യിൽ ഒരുപാട് പവറുണ്ട്, പ്ലീസ്. അപ്പം എനിക്കിപ്പോൾ പവർ ഇല്ല മാഡം, ഞാൻ പാവമാണ് മാഡം, ഞാൻ വെറും എച്ച് ആർ ആണ് അല്ലേ അഭിഷേകേ? കൺട്രോൾ. അപ്പം ഓക്കെ, ഞാൻ പിന്നെ വരാം.
വൃത്തിയോട് കാണിക്കുന്നത്, നീ എന്താണ് പവർ റൂം കാണിച്ചൊക്കെ കൊടുക്കാൻ പറഞ്ഞേ, അത് പിന്നെ ഇങ്ങനെ ചോദിച്ചാൽ പിന്നെ ആരും കൊടുത്തു പോകൂലേ. ഓക്കെ, ഇതാണല്ലേ കിച്ചൺ. ഓക്കെ, അതിൻ്റെ ഇടയിൽ കൂടെ ജിൻഡോ പോയിട്ട് മാഡത്തിൻ്റെ മറ്റേ കളിമണ്ണ് ഞാൻ കണ്ടിട്ടുണ്ട്. വാട്ട് കളിമണ്ണ്? ഞാനിപ്പോൾ അലക്സാണ്ട്ര രാജകുമാരിയാണ്. ഓക്കെ, അപ്പം മുറ്റത്ത് അവരൊക്കെ നിൽക്കുന്നുണ്ട്, മറ്റേ പുറത്താക്കിയ ടീംസ്, രാജിവെച്ച ടീംസ്. ഹലോ മാഡം നമ്മളിവിടെ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം ഓക്കെ പുറത്തേക്ക് വന്ന് ഇതെന്താ തുണിയൊക്കെ വലിച്ചു വാരി ഇട്ടേക്കുന്നത്? ഓക്കെ സാബ് ചേട്ടാ, ഇതെന്താ സംഭവം? ഓക്കെ, ഞാൻ എന്തായാലും ഇത് പോയിന്റ്സ് കട്ട് ചെയ്യും, ഹൗസ് കീപ്പിംഗ് ടീം അല്ലേ. ഓക്കെ, അയ്യേ ഇതെന്താണിത്? അപ്പോൾ ഉടനെ തന്നെ പുറത്ത് നിൽക്കുന്ന സായൊക്കെ വളരെ മോശം, ഹോട്ടൽ വളരെ മോശം. അപ്പോൾ എന്താണിത്? മിണ്ടാതിരിക്കൂ പ്ലീസ്, നിങ്ങളെല്ലാവരും മിണ്ടായിരിക്കൂ. എന്റർടൈൻമെന്റ് ടീം എവിടെ? ഓ ജാസ്മിൻ, സിജോ. ഓക്കെ, എനിക്കൊരു കൂൾ എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള ഒരു കൂൾ മസാജ് വേണം. ഐ വോണ്ട് എ തെറാപ്യൂട്ടിക് മസാജ് വിത്ത് എൻ്റർടൈൻമെൻറ്റ്. എനിക്ക് എപ്പോഴും പോസിറ്റിവിറ്റിയാണ് വേണ്ടത്. ഓക്കെ, ഐ നീഡ് പോസിറ്റിവിറ്റി. ഓക്കെ മാഡം. സിജോ, മാഡത്തിൻ്റെ ആ കല്ലൊന്ന് കാണിക്കാൻ പറ്റിയാൽ? കല്ലല്ല, ഞാൻ പലതും കാണിക്കാനാണ് വന്നിരിക്കുന്നത്. കാണാം എന്ന് പറയുന്നു. ലിവിങ് ഏരിയയിൽ ഇരിക്കുന്നു. ദാ നിങ്ങളുടെ മുന്നിൽ ശ്വേത വന്നിരിക്കുകയാണ്, ശ്വേത മേനോൻ, നിങ്ങളുടെ ഓക്കെ ആദ്യമായി ബിഗ് ബോസ് ഹൗസിൽ കയറിയ വ്യക്തി. താങ്ക് യു. അങ്ങനെ ശ്വേതയ്ക്ക് പണക്കിരിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പെഡസ്ട്രിയലിൽ നമ്മുടെ ഇതാണ് ആ ഡയമണ്ട്. ഇത് ഞാൻ ഡെൻ റൂമിൽ വെക്കും. എൻ്റെ റൂമാണ് ഡെൻ ആണ് എൻ്റെ റൂം. എൻ്റെ റൂമിൽ ആരും കയറാൻ പാടില്ല, ഇറങ്ങാനും പാടില്ല, ഞാൻ തീരുമാനിക്കും. ഓക്കെ, ഇത് ഞാൻ അവിടെ തുറന്നു വെക്കും, ഈ ഒരു ഡയമണ്ട് ആരും തൊടാൻ പാടില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ശ്വേതയും സാബും. എന്താ സാബുച്ചിട്ട് പ്രശ്നങ്ങളൊക്കെ? ഓക്കെ, ജാസ്മിൻ കമോൺ. ജാസ്മിന് ഡാൻസ് അറിയുമോ? ചെയ്യോ പറഞ്ഞാൽ? അപ്പൊ സാബു എന്ത് പറഞ്ഞാലും ചെയ്തോളും, അതിനുള്ള ഇതൊക്കെ ഉണ്ട്. എന്നാലേ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ജീൻ സിനിമയിലെ നമ്മുടെ കണ്ണോട് കാൺവ് ആ പാട്ട് കളിക്കണം കേട്ടോ. ഓക്കെ, അത് ചെയ്യണം. ഇനി അടുത്തത് ആർക്കാണ്? ജാസ്മിൻ ഒരു കാര്യം ചെയ്യൂ, എല്ലാവരെയും ഒന്ന് വിളിച്ച് ലിവിംഗ് റൂമിൽ ഇരുത്തു കേട്ടോ. ജിൻഡോ. യെസ് മാഡം. ജിൻഡോയുടെ എന്തുണ്ട്? ജിൻഡോയുടെ ഗെയിമൊക്കെ ഞാൻ സേഫ് ആയിരിക്കും മാഡം. ഓക്കെ, ജിൻഡോയ്ക്ക് ഒരു ടാസ്ക് തരയാണ്. ഈ ഒരു സംഭവം, ഈ ഒരു വജ്രം ജിൻഡോ സൂക്ഷിക്കണം. മാഡം ഞാൻ ആദ്യം ഇത് മോട്ടിക്കാനൊക്കെ നോക്കി, ഇനി ഞാൻ സൂക്ഷിച്ചോളാം. യെസ്, ഇനി മോട്ടിക്കാൻ നോക്കില്ല, ഇനി നോക്കണം. ജിൻഡോ അവരുടെ ടീമിൽ നിന്നിട്ട് വേണം നോക്കാം. ജിൻഡോയ്ക്ക് ഒരു സമ്മാനമുണ്ട്. ഇറ്റ്സ് എ ടാസ്ക് ജിൻഡോ. താങ്ക് യു മാഡം. പിന്നെ അടിച്ചു മാറ്റാന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അടിച്ചു മാറ്റുന്നത് പോലെ നിന്നാ മതി. ഓക്കെ ജാസ്മിൻ, എല്ലാവരെയും വിളിച്ച് ലിവിംഗ് റൂമിൽ ഇരുത്തു. മാഡം അവർ ഓണേഴ്സ് ഒന്നും വരുന്നില്ല എന്ന് പറയുന്നു മാഡം. അത് പറഞ്ഞാൽ പറ്റില്ല, യു ആർ എ റോബോട്ടിന് കഴിവുണ്ട്, ഫീലിങ്സ് പാടില്ല. ഓക്കെ, ഫീലിങ്സ് ഇല്ലാതെ പോയി എല്ലാവരും വിളിക്കൂ. അപ്പോൾ ജാസ്മിൻ പോയിട്ട് ഇപ്പോൾ തന്നെ ഇരിക്കേണ്ടതാണ്, ലിവിംഗ് റൂമിൽ ഇപ്പോൾ തന്നെ ഇരിക്കേണ്ടതാണ്. ഓണേഴ്സ് ലിവിംഗ് റൂമിൽ ഇപ്പോൾ തന്നെ ഇരിക്കേണ്ടതാണ്. പ്രസ്മിൻ, പിന്നെ ഈ വീട്ടിന്റെ ഓണേഴ്സ് ആരാണ്? നമ്മളാണ്. ഓണേഴ്സ് മാറിയിട്ടൊന്നും ഇല്ലല്ലോ അൻസിബേ? ഇല്ല, നമ്മൾ തന്നെയാണ് ഈ വീട്ടിലെ ഓണേഴ്സ്. ദേവി ഇത് ലിവിംഗ് റൂമിൽ വന്നിരിക്കേണ്ടതാണ്. അപ്പൊ അൻസിബ ചിരിച്ചോണ്ട് കുക്ക് ചെയ്യുന്നു. അപ്പം ഇവിടെ എല്ലാവരും ഇരിക്കേണ്ടതാണ്. ഇവിടെ എല്ലാവരും ആരാണ് ഓണർ? എനിക്കിപ്പോൾ ഗസ്റ്റിന്റെ കാര്യങ്ങൾ മാത്രമേ അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. അവരാണ് എനിക്ക് ശമ്പളം തരുന്നത്. ഓണേഴ്സ് ലിവിംഗ് റൂമിൽ വന്നിരിക്കേണ്ടതാണ്. ചുമരില്ലാതെ എന്ത് ചിത്രം! അയ്യോ, പിന്നെ അൻസിബയും റസ്മിനും പിന്നൊന്നും പറയണ്ട. ഇത് പിന്നെ നല്ല സുന്ദരിയാണ്, ക്യൂട്ടാണ്. അയ്യോ, എണ്ണ കറങ്ങുന്നത് കണ്ടോ? ലിവിംഗ് റൂമിൽ ഇരിക്കേണ്ടതാണ്. ഈ എന്തൊക്കെയാ പറയുന്നത്? ലിവിംഗ് റൂമിൽ ഇരിക്കേണ്ടതാണ്. എന്നിട്ട് ജാസ്മിൻ പതുക്കെ വന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുന്നു. എന്തേ കാണിക്കണത് എന്ന് പറഞ്ഞ് പിന്നെ കാണിച്ചിട്ടില്ല. അറിയത്തുമില്ല, കാണാത്തത് കൊണ്ട് എനിക്ക് പറയാനും പറ്റില്ല. കഴുത്തി പിടിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജാസ്മിൻ്റെ ഈ ഇതൊക്കെ ഇങ്ങനെ അഴിഞ്ഞു വീഴുന്നുണ്ട്. അതായത് ഈ ഹെൽമെറ്റ് ആ സംഭവം അഴിഞ്ഞു വീഴുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താങ്കളുടെ ചിരി കാണുമ്പോൾ ഡാഗിനി എന്നൊക്കെ ജാസ്മിൻ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജാസ്മിൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഇത്രയും ഈ കഴുത്തി പിടിച്ചിട്ട് ജാസ്മിൻ നിങ്ങൾ അവിടെ ഡൈനിങ് റൂമിൽ ഇരിക്കുകയാണെന്ന് അപ്പോൾ സിജോയും ജിൻഡോയും പോയിട്ട് പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. പിടിച്ച് മാറ്റുന്നുണ്ട്. അപ്പം റസ്മിൻ അപ്പം അൻസിബ അയ്യോ എടുക്കല്ലേ. അതിൻ്റെ അപ്സര എന്ത് പറ്റി? പോ അപ്സര, ഇറങ്ങി പോ. അപ്പോൾ അപ്സര ഇതെന്തോ ഇത്, ഞാൻ നോക്കാനല്ലേ വന്നുള്ളൂ, ഒന്നും മിണ്ടാതിരിക്കൂ. റസ്മിൻ, ബിഗ് ബോസ് ലിവിംഗ് റൂമിലേക്ക് എല്ലാവരും വരൂ, ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നു, വന്നിരിക്കും. അങ്ങനെ 10 മിനിറ്റ് മിണ്ടായിരിക്കുന്നു. അപ്പോഴത്തേക്കും റസ്മിനും കരയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ സിജോ, അതെ നമ്മളിവിടെ അവിടെ വന്ന് ഇരുന്നാൽ മതിയെന്ന പ്രശ്നമല്ലേ ഉള്ളൂ, ഇവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ റസ്മിൻ അവനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. അപ്പം നോറ ഒന്നും മിണ്ടാതിരിക്കോ സിജേട്ടാ, നീ മിണ്ടരുത്, ഉള്ള വിഷമൊക്കെ കയറ്റി കൊടുത്തിട്ട് നോറ നീയാണല്ലോ അതിന് കാരണം.
ഞാൻ എന്ത് ചെയ്തു? ഓ ഇപ്പൊ വിഷം കൊടുത്തത് ഞാനായിട്ട് മാറിയല്ലേ? എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ വിഷം കൊടുത്തത് നീയാണ്, വിഷം കൊടുത്തത് നീയാണ്, വിഷം കയറ്റി ഈ വഴി എത്തിയത്. ജാസ്മിൻ ഞാനാണല്ലേ? എല്ലാം എന്റെ തലയിൽ വന്നു, അല്ലെങ്കിൽ എല്ലാവരും എന്നെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ എന്ത് വന്നാലും എന്റെ തലയിൽ തന്നെ കുറ്റപ്പെടുന്നത് എന്തിനാണ്? കുറെ ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. നീ കൊടും വിഷമാണ്, കൊടും വിഷം. അപ്പൊ എനിക്കറിയാം. ജാസ്മിൻ കൺഫെഷൻ റൂമിലേക്ക് വരൂ. അപ്പൊ അവര് കൺഫെഷൻ റൂമിൽ ഇവിടെ ശ്വേതയുടെ ക്ലാസ്. എന്താണിത്? വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് ആൻ എന്റർടൈൻമെന്റ് ഷോ. ഞാനും സാബു ചേട്ടനും എന്ത് ഫ്രണ്ട്സാന്ന് അറിയാമോ? ഇത് പുറത്തൊരു ലോകമുണ്ട്, അത് ആലോചിച്ച് നിങ്ങൾ കളിക്കൂ കേട്ടോ. ഒരു ലൈഫുണ്ട്. ഇപ്പൊ നോറ ഡ്രസ്സിംഗ് റൂമിൽ എനിക്ക് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ അല്ലെങ്കിൽ ഞാൻ എപ്പം പറഞ്ഞു ഞാൻ വിഷമാണ് പോലും. ആ ശ്വേതയുടെ മുന്നിൽ വെച്ചിട്ട് ഇപ്പൊ ശ്വേത ചേച്ചിയുടെ മുന്നിൽ വെച്ച് പറയാണ് ഞാൻ വിഷമാണ് പോലും. എന്ത് വിചാരിക്കും? എനിക്ക് അവർ അവാർഡൊക്കെ മേടിച്ചതാണ്. ആ സാബുച്ചേട്ടനോട് പറഞ്ഞു എൻ്റെ തലയിൽ പേനാണെന്ന്. അറിയോ എന്തൊക്കെ വിചാരിക്കും എന്നെ കുറിച്ചിട്ട്? അതിൻ്റെ കൂടെ കൺഫെഷൻ റൂമിൽ ആര് ജാസ്മിനും നമ്മുടെ റസ്മിനും കൂടെ റസ്മിൻ എന്താണ് ഈ നടന്നത്? എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ബിഗ് ബോസ്. ഞാൻ മാപ്പ് കൊടുക്കുന്നു ബിഗ് ബോസ്. അവർക്ക് മാപ്പല്ല, എനിക്ക് പരാതിയില്ല ബിഗ് ബോസ്. എന്താണ് ഈ നടക്കുന്നത്? അല്ല ബിഗ് ബോസ്, ഇത് പഴയ കാര്യങ്ങളാണ്. ഗബ്രിയുടെ എന്റെയും കാര്യത്തിലാണ്. എന്താണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലരും പലതും പറയും. അതിലൊന്നും ചെന്ന് വീണാതിരിക്കുക. കെട്ടിപ്പിടിച്ച് പിന്നെയും കരുന്ന് അപ്പോഴത്തേക്കും നിങ്ങളെ റസ്മിൻ നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തിയിൽ റസ്മിൻ ചെയ്ത പ്രവൃത്തിയിൽ ജാസ്മിൻ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? ഇല്ല ബിഗ് ബോസ്, അവൾ വെറുതെ ചെയ്തതാണ് ബിഗ് ബോസ്. അങ്ങനെ പിന്നെയും കെട്ടിപ്പിടിക്കുന്നു. ഇല്ല ഞാൻ ചെയ്ത തെറ്റാണ് റസ്മിൻ. പലതും നിങ്ങളെ തളർത്താൻ വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ കൂട്ടുകാരായിട്ട് മുന്നോട്ട് പോവുക. ഇതൊരു TV ഷോയാണ്, ഓക്കെ എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം അൻസിബ അത് കഴിഞ്ഞ് നോറ അപ്പുറത്തിരുന്ന് കഴിയുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നോറയുടെ കരച്ചിൽ. അത് കഴിഞ്ഞ് ശ്രീതു അവിടെ ഇരുന്നിട്ട് പവർ റൂമിൽ ആരൊക്കെ വന്നില്ല? പവർ റൂമിൽ എല്ലാവരും വന്നോ? അപ്പൊ സിജോ പറഞ്ഞു പവർ റൂമിൽ അവിടെ എല്ലാവരും വന്നില്ല, ആരും വന്നില്ല, നോറ മാത്രം വന്നിരുന്നു. പിന്നെ അവൾ എൻ്റെ കൂടെ വഴക്കിടാൻ വന്നപ്പോഴാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാവുന്നത്. അൻസിബ് അവിടെ നിന്ന് ഋഷി നീ കൂളാവ്. ആ തിളച്ച എണ്ണ ആരുടെയെങ്കിലും ദേഹത്ത് വീണിരുന്നെങ്കിൽ ആര് പറയുമായിരുന്നു? അവൾ എന്തിനിടയിൽ കയറി വന്നു? അപ്പൊ നോറ എനിക്ക് അവളെ ഇഷ്ടമല്ല, പക്ഷെ അവളെ ഡിസ്റെസ്പെക്ട് പെരുമാറി എനിക്ക് അവാർഡ് തന്ന നമ്മുടെ എന്താണ് ശ്വേത ചേച്ചിയുടെ മുന്നിൽ എന്നെ നാണം കെടുത്തി എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നടക്കുന്നത് നമ്മുടെ ശ്വേതയും ജാസ്മിനും. ശ്വേത ഇതെന്തിനാണ് നിങ്ങളിങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് ജാസ്മിൻ? അത് ഗബ്രി വിഷയത്തിലാണ് ചേച്ചി. ഗബ്രിയും ഞാനും തമ്മിലുള്ളത് എന്താണ് ഞാനും അവനും ഭയങ്കര ഫ്രണ്ട്സാണ്. അത് കഴിഞ്ഞാണ് എനിക്ക് റസ്മിൻ. അപ്പോൾ ഇവള് പറയുന്നത് ഫേക്കാണെന്ന്. അവൻ ഇവിടുന്ന് പോയിന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അവൻ വരും, ബട്ട് അവൻ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇവള് പറയുന്നത് പ്രീ പ്ലാൻഡ് ആണെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല ചേച്ചി. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ നമ്മളടുത്ത് പലയിടത്ത് തുറന്നു പറഞ്ഞാൽ അവർക്ക് വിദ്വേഷമാവും. അതാണ് ഇപ്പം എന്നോട് കാണിക്കുന്നത്. പിന്നെ ഈ ലോകത്ത് എനിക്ക് ഈ ഒരു ബിഗ് ബോസ് ലോകത്ത് അവനാണ് ഏറ്റവും വലുത്. അപ്പൊ ബിഗ് ബോസ് ഹോട്ടൽ ടാസ്ക് നിർത്തിവെച്ചിരിക്കുന്നു. ഇന്നത്തേക്ക് നാളെ തുടങ്ങും. ഇവളായതുകൊണ്ടാണ് ചേച്ചി. ഞാൻ അല്ലെങ്കിൽ നോക്കിക്കോ, ഞങ്ങൾ വലിച്ചു കയറി ഒട്ടിച്ചേനെ ചേച്ചി. അപ്പൊ ശ്വേത യു ആർ എ ഫാന്റാസ്റ്റിക് പ്ലെയർ ജാസ്മിൻ. ദേഷ്യം കൺട്രോൾ ചെയ്യൂ. റിയാക്ട് ചെയ്യണം, പക്ഷെ ദേഷ്യപ്പെടരുത്. 40 to 50 days അല്ലേ ഇനി ബാക്കിയുള്ളൂ. ഓക്കെ, പൊട്ടൻഷ്യൽ ഉണ്ട്. അത് കഴിഞ്ഞ് റസ്മിനും നോറയും റസ്മിൻ നീ എൻ്റെ അടുത്ത് വരണ്ട, നീ നെഗറ്റീവ് ആവും. എനിക്ക് കുഴപ്പമില്ല, നീ നെഗറ്റീവ് ആയാലും ഞാൻ നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല. ഞാൻ നിന്നെ ജാസ്മിൻ അഗേൻസ്റ്റ് ആയിട്ട് ഒന്നും പറഞ്ഞില്ല, ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. നീ അവളുടെ തെറ്റുകളൊക്കെ മാറ്റണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത്രയും നാള് ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ അവളുടെ കഴുത്തി പിടിച്ചില്ലേ, എനിക്കത് സഹിക്കാൻ കഴിയില്ല എന്ന് റസ്മിൻ പറയാണ്. അത് കഴിഞ്ഞിട്ട് സാബുവും ജാസ്മിൻ നിങ്ങൾ ആ ഒരു മാല എനിക്കിങ്ങത്താ. എന്തിന്? നിങ്ങൾ അവിടെ കൊണ്ട് വെച്ചില്ലേ കാക്ക? നീ മിണ്ടായിരിക്കും, നീ ഒറ്റയ്ക്ക്, നീ എന്തിനാണ്? എനിക്കതൊരു ബലമാണ് കാക്ക. എന്ത് ബലം? നീ ഒറ്റയ്ക്ക് നിൽക്കാൻ നോക്കില്ല കാക്ക. എനിക്കതൊരു ഒരു ബലമാണ്. അതൊന്നും പറയണ്ട, നീ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ നോക്ക്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ശ്വേതയുടെ റൂമിലേക്ക് പോകുന്നിട്ട് ജാസ്മിൻ നോ ജാസ്മിൻ നോ, ഇപ്പം തരില്ല. അപ്പോഴത്തേക്കും ജാസ്മിൻ നേരെ കട്ടിൽ പോകുന്നു, പുതച്ചു മൂടുന്നു, പിന്നെ എടുക്കുന്നു. ഗബ്രി എടാ തരാൻ പറയടാ, പുതപ്പിനകത്ത് തരാൻ പറയടാ. അത് വീണുപോയി, സോറി. അത് കഴിഞ്ഞിട്ട് സാബു ശ്വേതയും മാല കൊടുക്കായിരുന്നു അല്ലേ? ഇപ്പം കൊടുക്കണ്ട സാബു ചേട്ടാ, കുറച്ച് കഴിയട്ടെ, നമുക്ക് പോകുമ്പോൾ കൊടുക്കാം. എന്നാലും അവൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും. അത് കഴിഞ്ഞിട്ട് രാത്രി ഇവിടെ ഇരുന്ന് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അത് കഴിഞ്ഞിട്ട് ശ്രീരേഖ ഒരു പവർ റൂം വന്നത് കാരണം ഇവിടെ ഓരോരുത്തരുടെ മുഖങ്ങളെ എൻ്റെ പൊന്നോ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ. അപ്പോൾ സിജോ എനിക്കതൊന്നും അല്ല ചേച്ചി,
അവിടെ ഈ അടി കൊണ്ട് ജാസ്മിൻ നിൽക്കുമ്പോൾ അവൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക റോബോട്ട് രീതിയിൽ. അപ്പോഴ് മറ്റവൾ പറയുന്നു ഇവള് തെറ്റുകാരിയെന്ന്. എനിക്ക് അപ്പൊ എങ്ങനെ വന്നെന്നറിയാമോ എന്ന് പറഞ്ഞ് എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി BV+ലെ കാഴ്ചകളാണ്. ആദ്യം തന്നെ പവർ റൂം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസ് വിളിപ്പിക്കുകയാണ്. അതെ, പവർ റൂം, നിങ്ങൾക്ക് റൂം ഷിഫ്റ്റ് ചെയ്യാം. നമുക്ക് താല്പര്യമില്ല ബിഗ് ബോസ്, ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. പിന്നെ ഇപ്പൊ തന്നെ ഷിഫ്റ്റ് ചെയ്ത് കാണിക്കും നമ്മൾ. അത് പറ്റത്തില്ല, ചെയ്തേ പറ്റൂ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമ്മൾ പവർ ടീം നെസ്റ്റിനെയാണ് എന്റർടൈൻമെന്റ് ടീമായിട്ട് മാറ്റുന്നത്. റോബോട്ട് നമ്മുടെ ജാസ്മിൻ, കിച്ചണിലെ ടണലാണ്, അതേപോലെ ഹൗസ് കീപ്പിംഗ് ഇവിടെ ഡെന്നാണ് ചെയ്യുന്നത്. ഓക്കെ അപ്പം ശരി തന്നെ. ഈ അടുത്ത് നമ്മുടെ ബിഗ് ബോസ് അപ്പോൾ സാബുമോൻ ഇവിടെ പണി തുടങ്ങുകയാണ്. ആരും തന്നെ കുറച്ച് നമ്മുടെ ടിഷ്യൂ പേപ്പർ എല്ലാം കൊണ്ട് ഇടുന്നു. അപ്പോൾ ബിഗ് ബോസിനോട് പറയാൻ, ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, അത് മോശം ടിഷ്യൂ പേപ്പർ അല്ല, നല്ല ടിഷ്യൂ പേപ്പറാണ്, കൊണ്ടിടുന്നു. ഹൗസ് കീപ്പിംഗ് പണി മൊത്തം ഏൽപ്പിക്കുന്നു. ഇതൊക്കെ വൃത്തിയാക്കണമെന്ന് പറയുന്നു. നമ്മുടെ അർജുനും ജിൻഡോയും നല്ല രീതിയിൽ തന്നെ പണിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടോ, ഈ ബാത്റൂം കിടക്കുന്ന കിടപ്പ് കണ്ടോ, എന്ത് വൃത്തിയോടാണ്. അപ്പോൾ അൻസിബ, അയ്യോ ഇതൊക്കെ മനഃപൂർവ്വം ആരോ ചെയ്തതാണ് കേട്ടോ, നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ അർജുൻ പറഞ്ഞു നമ്മൾ ക്ലീൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത്. ശരി അങ്ങനെ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്, എന്തോന്ന് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ മോഷണം ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പുറത്തെ തട്ടുകടയിൽ ജാസ്മിനും ശ്രീതുവും ജിൻഡോ അർജുനും ഒക്കെ ആയിട്ട് നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് ചോറ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ചോറ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ സംഭവിക്കുന്നത് കൊണ്ട് കൊടുക്കുകയാണ്. ആരാണ് മെയിൻ ഷെഫ്? ശരണ്യ, വാ, ഇതൊന്ന് കയ്യിൽ വെക്ക്, കഴിച്ചു വെക്ക്. ഇത് ഞാൻ മിക്സിയിലിട്ട് അരച്ച് കഴിക്കണോ? അല്ല ഷെഫ്, പഴയ ആൾക്കാർ വെച്ചതാണ്, പഴയ ഷെഫ്. അതൊന്നും എനിക്കറിയണ്ട, ഇതെന്തോന്നാണിത്? പോട്ട്. അപ്പോൾ സാബു ഇവിടെ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. ആർക്ക്? നമ്മുടെ HR ആയ ഋഷിക്ക്. ഋഷി, എനിക്കിപ്പോൾ നിങ്ങൾ നടപടി എടുക്കണം എന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് പോകുന്നില്ല. അപ്പോൾ ഋഷി മാക്സിമം ശ്രമിക്കുന്നുണ്ട് അവർക്ക് ഇതായി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് അവരെ പുറത്താക്കാതിരിക്കാൻ വേണ്ടി. അയ്യോ, അത് അവരെ ക്ഷമ പറഞ്ഞിരിക്കണം, അവർക്ക് ഇനി പറ്റത്തില്ല, തെറ്റ് പറ്റത്തില്ല, അത് അവർ സോറി പറയണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവർ പവർ ടീമിൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നു. അടുത്ത് കിച്ചൺ ടീമിനെ വിളിച്ചിരുന്നു, എടാ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്ന്. അപ്പോൾ അപ്സരയൊക്കെ, അയ്യോ നമുക്ക് പവർ ടീമിനൊക്കെ ഭക്ഷണം കൊടുക്കാൻ ഉണ്ടായിരുന്നു, അതാണ് സംഭവം, നമ്മൾ ലേറ്റായിട്ടാണ് കയറിയത്, നീ ഒന്ന് സോറി പറഞ്ഞു നോക്ക്. അപ്പോൾ നേരെ പോയിട്ട് കൃഷി അവിടെ പോയിട്ട് സോറി പറയുന്നുണ്ട്. സോറി സാബു ചേട്ടാ, ഇനി അതൊന്നും ഉണ്ടാവില്ല സാർ. അല്ല, സോറി അല്ല വേണ്ടത്, എനിക്ക് നടപടിയാണ് വേണ്ടത്. ഒരു നടപടി എടുക്കണം എനിക്ക്, അതാണ് വേണ്ടത്. അത് എനിക്ക് അല്ല, നിങ്ങൾ ഓണേഴ്സിന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ടൈം കളഞ്ഞ എന്തിനാണ്? അത് മാത്രമല്ല, മോശം ഫുഡാണ് സെർവ് ചെയ്തത്. അല്ല, അത് ഞാൻ പിന്നെ പവർ ടീമിൻ്റെ അടുത്ത് പോകുന്നു, അവിടെ നിന്ന് സോറി കേട്ടിട്ട് ഋഷി ഇപ്പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 20 കോയിൻസ് അവർ തിരിച്ചെനിക്ക് തരണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ശരിയാക്കാം. അപ്പോൾ സായി പറയണം പറ്റത്തില്ല, കോയിൻസ് തരാൻ പറ്റത്തില്ല. അയ്യോ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അയ്യോ, കോയിൻസ് തരാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ എനിക്ക് പോക്കറ്റ് അടിച്ച് പോയെന്ന് വിചാരിച്ചോളാം. എടീ, അപ്പോൾ ഋഷി പുറകെ നടക്കുന്നത്, എടീ കോയിൻസ് തിരിച്ചു കൊടുക്ക്, 20 കോയിൻസ് അല്ലേ ഉള്ളൂ, തിരിച്ച് ഇല്ല നമ്മൾ തരത്തില്ല. അങ്ങനെ നമുക്ക് നമ്മുടെ വിലേനെ, നമ്മുടെ അധ്വാനത്തെ കളിയാക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഉടനെ തന്നെ പവർ ടീമിനോട് പോയി സംസാരിക്കുന്നു. എടീ കോയിൻസ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പം അത് ഋഷിയും അപ്സരയും എല്ലാവരും കൂടെ സംസാരിക്കുന്നു. എടീ നിങ്ങൾക്ക് കോയിൻസ് കൊടുത്താൽ എന്താണെന്ന് കോയിൻസ് കൊടുക്ക്. അത് പറ്റത്തില്ല ഋഷി, നീ ഒന്ന് സംസാരിച്ച് ശരിയാക്ക് പ്ലീസ്, നീ ഒന്ന് എടീ ഞാൻ കുറേ സംസാരിച്ച്, ഇനി ഇതിൽ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് വയ്യ, അതേ ചിരിച്ചോണ്ട് നിൽക്കരുത് കേട്ടാ, ചിരിച്ചോണ്ട് കഴുത്തെറുക്കരുത് നീ എന്ന് പറഞ്ഞ് അപ്സരയും ഋഷിയും കൂടെ അവിടെ കൊണ്ടത്. അപ്പോൾ മിണ്ടാതിരിക്കുകയാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഋഷി എൻ്റെ അടുത്ത് മിണ്ടാതിരിക്കുകയാണെന്ന് പറഞ്ഞ് അപ്സരയും ഋഷിയും കൂടെ വഴക്കാക്കുന്നു. അവസാനം അത് കഴിഞ്ഞിട്ട് പറ്റത്തില്ല, അതിൻ്റെ ഇടയിൽ കൂടെ നോറ വന്ന് ഇടപെടുന്നു. ഋഷി, നിങ്ങൾക്ക് കോയിൻസ് കൊടുക്കണ്ട, ശരി ഓക്കെ. അപ്പോൾ അൻസിബ, അതെന്തിനാ നോറ അങ്ങനെ പറഞ്ഞത്? അത് ഋഷിയുടെ കാര്യത്തിൽ കയറി ഇടപെടലേ ചെയ്തത്. നോറ, നീ വേറെ കളിയൊന്നും കളിക്കരുത് ഇടയിൽ കൂടെ. അയ്യോ, ഞാൻ കളി കളിച്ചതല്ല, അവിടെ ഋഷി പെട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് കളിച്ചത്. ഋഷിയാണ് അവിടെ പെട്ടിരിക്കുന്നത്. എന്തായാലും ആ കളിച്ചത് ശരിയായില്ല അൻസിബ, ആ ഋഷിക്കാണ് അത് പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഋഷി പോയിട്ട് പിന്നെയും സാബുമോനോട് 20 കോയിൻസ് തരാൻ പറ്റില്ല, പോട്ട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിന്റെ കാര്യം ആലോചിച്ച് കഷ്ടപ്പെട്ടതേ ഉള്ളൂ, നീ ഇതാവുന്നതനുസരിച്ച്. അത് കഴിഞ്ഞ് റസ്മിൻ വന്ന്, സാർ 20 കോയിൻസ് ഇല്ല, എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് കോയിൻസ് വേണ്ട, ഈ ഋഷിയുടെ കാര്യത്തിലാണ് എനിക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ റസ്മിൻ പോയിട്ട് ഇത് ഋഷിക്കാണ് പ്രശ്നം ഉണ്ടാവുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഋഷി അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട്, നമ്മുടെ സാറിന് നല്ല വിഷമായി നിങ്ങൾ കോയിൻസ് കൊടുക്കാത്തതിന്, ഒരു കള്ളന്മാർ ഇവിടെ ഉള്ളതുപോലെയാണ്, നമ്മൾ കള്ളന്മാരെ എടുത്തതുപോലെയാണ് തോന്നിയത്. അപ്പോൾ ശരണ്യ, ഓ ശരി ആയിക്കോട്ടെ, അങ്ങനെ തന്നെ വിചാരിക്കാം, മനുഷ്യർ ഇവിടെ കാണുന്നുണ്ട്, നമ്മളിവിടെ നമുക്ക് യാതൊരു കാരണവശാലും കൊടുക്കണം, ചിലപ്പോൾ പ്രാങ്ക് ആയിരിക്കും അപ്സരയുടെ ടീം, നമുക്ക് നോക്കാം, നമ്മൾ മരണം വരെ പോരാടണം. അത് കഴിഞ്ഞിട്ട് എന്തെന്നറിയാമോ, അത് കഴിഞ്ഞിട്ട് പവർ ടീം പറയുന്നത്, നിങ്ങൾക്കൊരു കാര്യം തരാം, 20 കോയിൻസ് നിങ്ങൾ തരണം, അല്ലെങ്കിൽ നിങ്ങൾ 2 പേരെ നമ്മൾ ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് നമ്മുടെ മാനം അഭിമാനമാണ് ഇമ്പോർട്ടൻറ്റ്, 20 കോയിൻസ് അല്ല, നമ്മൾ 4 പേര് ഒന്നിച്ച് നിൽക്കുകയാണ്, നമ്മൾ ഇത് രാജിവെക്കുകയാണ്. അവസാനം ബിഗ് ബോസ് കൺവെൻഷൻ റൂമിൽ വിളിച്ചിട്ട് രാജിവെക്കുകയാണ് നിങ്ങൾ തീരുമാനിച്ച് അല്ല, ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടാസ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല, ശ്വേത കൊണ്ടു കൊടുക്കുന്ന ഡയമണ്ട് കൊടുക്കാൻ പറ്റൂല. അയ്യോ അങ്ങനെയാണോ?
അയ്യോ സായി ഒന്നും കൂടെ ആലോചിക്കാം, ഞാൻ തീരുമാനം എടുത്തതാണ്, എനിക്ക് വേണ്ട, എന്നാൽ പിന്നെ നമുക്കും വേണ്ട. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പം നിങ്ങൾ എന്തായാലും പുറത്തേക്ക് ഹോട്ടലിൽ നിന്ന് പുറത്താക്കുന്നു. അങ്ങനെ മണ്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്, അപ്സരയുടെ ടീം അങ്ങനെ മണ്ടത്തരം കാണിച്ച് പുറത്തായി. അത് കഴിഞ്ഞിട്ട് സാബു ഇവിടെ ശ്വേതയുടെ സാബു, എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമുണ്ട്, ഞാൻ എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്താൽ ഇവർ പവർ ടീം വന്നിട്ട് അതിനെ കുളവാക്കും. അപ്പം ശ്വേത, അൻസിബയുടെ ആണോ പവർ ടീം? അതെ. പിന്നെ ഇന്ന് അവർക്കൊരു പണി കിട്ടി, അവരിതേ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തു. അങ്ങനെ അവർ പുറത്തായി, പവർ ടീം കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തു. എന്തായാലും ജിൻഡോയും ജാസ്മിനും ഇവർ രണ്ടുപേരും കൂട്ടുകാരെ ആവാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്, ആയിക്കഴിഞ്ഞാൽ അവരുടെ കാര്യം പോക്കാണ്. രണ്ടുപേരുമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആണ് ശ്വേത, ഋഷി കമോൺ, എനിക്ക് പവർ റൂമിൽ പോകണം. ഓക്കെ, അത് റൂളാണ്, അത് പറഞ്ഞ പറ്റത്തില്ല. പവർ റൂം വിസിറ്റ് ചെയ്യാമല്ലോ, കിടക്കാനൊന്നും അല്ലല്ലോ പറയുന്നത്. സോ പ്ലീസ് എനിക്ക് പവർ റൂം കാണണം, നമുക്ക് രണ്ടുപേർക്കും. ഋഷി, അൻസിബ, നമുക്ക് പവർ റൂം അവരെ വിസിറ്റ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ബിഗ് ബോസ് പറയട്ടെ, അഗതികളെ കൊണ്ട് നിർത്താനുള്ള സ്ഥലമൊന്നും അല്ല പവർ റൂം. അല്ല, വിസിറ്റിന് പോകാൻ അതെന്താ ആർട്ട് ഗാലറിയോ അക്വേറിയോ? പറ്റത്തൊന്നുമില്ല. അത് കഴിഞ്ഞ് രാത്രി 12:35 ജാസ്മിൻ, അവളുടെ മേലെയുള്ള ആൾക്കാർ അവളുടെ മേലെ മുറിയുമ്പോൾ മാത്രം ചോര, നോറേനെ നമ്മുടെ മേഘത്ത് മുറിയുമ്പോൾ ചോരയല്ല, അതെന്തോന്ന്? അതിന് അൻസിബയെ കുറിച്ചിട്ട് അപ്സര, അൻസിബയുടെ എന്തോന്ന് ഷോ ആയിരുന്നു ഇത് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. BB+ അവസാനിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.